നമുക്ക് തണ്ണീർമുക്കം ബണ്ട് കയറുമ്പോൾ ഉള്ള കാഴ്ചകൾ കാണാമേ. ഇത് വൈക്കത്ത് നിന്ന് ചേർത്തലയ്ക്ക് പോകുമ്പോൾ ഉള്ള കാഴ്ചകളാണ് കാണുന്നത്. പാലത്തിലേക്ക് ജസ്റ്റ് കയറിയിട്ടുണ്ട്. ഇനി വലത്ത് വശത്തുള്ള കാഴ്ചകൾ കാണാം. പലതരത്തിലുള്ള വലകൾ വെച്ചേക്കുന്നത് കാണാം. തണ്ണീർമുക്കം ദിനങ്ങൾ കാണിക്കുകയാണ്. റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. ഈ തണ്ണീർമുക്കം ബണ്ടിൻ്റെ മിഡിലായിട്ടാണ് ഇങ്ങനെ കുറേ ഷോപ്പുകൾ. അങ്ങനെ സൈഡിൽ ചെന്നിട്ട് കാണിക്കാം അതിൻ്റെ വ്യൂ ഒക്കെ. അവിടെ അതിൻ്റെ വ്യൂ നല്ല രസമാണ്, നല്ല ഭംഗിയാണ്. ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ ഈ ആറിൻ്റെ അക്കരെ ഇക്കരെയൊക്കെ എല്ലാം കാണാൻ പറ്റും. കാണുന്നുണ്ടോ? ഒരുപാട് കടകൾ, ജ്യൂസ്, ഐസ്ക്രീം. നല്ല വെയിലായ കാരണം ഇതെല്ലാം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന സ്പീഡ് ലോഞ്ച് ഇവിടെ കിടപ്പുണ്ട്. പിന്നെ ബോട്ട് കിടക്കുന്നുണ്ട്. ഇതൊക്കെ യാത്ര ചെയ്യാനും ടൂറിസ്റ്റുകൾക്കൊക്കെ യാത്ര ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇതൊക്കെ ഓരോ ഷോപ്പിൻ്റെയും ബാക്കിലത്തെ ചിത്രങ്ങളാണ്. ഈ ക്ലീനിങ്ങിനുള്ള വെള്ളവും സോഡാ കോപ്പി ഇങ്ങനെയൊക്കെ. ഇവിടെ സ്പീഡ് ലോഞ്ചുണ്ട്. നമുക്ക് ഇതുണ്ട്, ഈ സേഫ്റ്റിക്ക് ഉപയോഗിക്കുന്ന കോട്ടുകളാണിത്. ജാക്കറ്റ് കിടക്കുന്നുണ്ടോ? ബോട്ടിൽ പോകുമ്പോഴത്തേക്ക് യൂസ് ചെയ്യും. നാടൻ കറിക്ക് അങ്ങനെ എല്ലാ വിധത്തിലുള്ള ഫുഡ് ഐറ്റംസ്, ഡ്രിങ്ക്സ്, ജ്യൂസ് കടകളൊക്കെ ഒരുപാടുണ്ട്. കണ്ട സീനറി നല്ല രസമില്ല കാണാൻ. കണ്ട ലൂക്കോസ് മുന്നേ നടക്കുന്ന സെബാനെയും കാണിക്കാൻ. കണ്ട സെബാൻ മുന്നേ നടക്കുന്ന. ഇവിടെ ഈ മീനിൻ്റെയൊക്കെ ഒരു ബാഡ് സ്മെല്ല് വരുന്നുണ്ട്. ഉണങ്ങിയ മീനിൻ്റെ അല്ലെങ്കിൽ ഈ ചപ്പ് ചവറിൻ്റെയൊക്കെ ആയിരിക്കും. പക്ഷെ ഇതിൻ്റെ ഈ ഭംഗി ആസ്വദിക്കാൻ നമുക്ക് പ്രത്യേക ഒരു രസം ഭംഗി തോന്നുന്നുണ്ട്. ഇതുണ്ട് ഈ മീൻ പിടിക്കാനുള്ള എന്തോ ഒരു സെറ്റപ്പ്. ഇതിനൊരു പേരില്ലേ, ഇത് എന്താണ്, ചീനവല അല്ലേ? ആണോ ഇത്? അറിയില്ല, അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യുക. കണ്ടോ? ഇതാണ് ഈ തണ്ണീർമുക്കം മണ്ണിൻ്റെ മിഡിലായിട്ടാണ്. ഇവിടെ കുറേ വയറുകളൊക്കെ കിടക്കുന്നുണ്ട്. ലൈറ്റ് അറേഞ്ച്മെൻറ്റിനൊക്കെ ആയിരിക്കും. കുറേ ടയറുകൾ ഇവിടെ കൂട്ടി വെച്ചേക്കുന്നത്. ചിലപ്പം ഇതിലെന്തെങ്കിലും ഡൈവിങ്ങിനോ ഒക്കെ ആണോന്ന് അറിയില്ല. കണ്ട
ഇവിടെ റോഡിൽ കൂടെ വണ്ടികൾ പോകുന്നുണ്ട്. അതാണ് അങ്ങേ സൈഡിൽ. നമുക്ക് പോകേണ്ടത് അങ്ങോട്ടാണ്. ഇവിടെ കാനോയിങ്, കയാക്കിങ്, ഇതിൻ്റെയൊക്കെ മെഡിറ്റേഷനൊക്കെ ഇവിടെ ഉണ്ട്.